നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ഭരണം തിരികെ പിടിക്കുക എന്ന കൃത്യമായ ലക്ഷ്യബോധത്തോട് തന്നെയാണ് കേരളത്തിലെ UDF ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ ബുദ്ധി ഉപദേശിക്കാനായി എത്തിയ കനകോലു ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അവയനുസരിച്ച് കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം ഉറപ്പാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. സാധാരണഗതിയിൽ കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ പ്രമുഖരായ CPM നേതാക്കൾക്കെതിരെ അവർ സ്ഥാനാർത്ഥിയാകുമ്പോഴൊക്കെ തന്നെ അത്ര പ്രധാനപ്പെട്ട ആളുകളൊന്നും തന്നെ അവിടെ സ്ഥാനാർത്ഥികളായി നിർത്തുന്ന പതിവില്ല. കാരണം അവിടെ പാർട്ടി ഗ്രാമങ്ങളും മറ്റുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ചാൽ അവർക്ക് അവിടെ പ്രചരണം നടത്താൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കുകയും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ 40,000 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെയൊക്കെ തന്നെ ജയിക്കുന്നത്. എന്നാൽ ഈ രീതി മാറ്റണം എന്നാണ് ഇപ്പോൾ കനകോലു നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ലോക്സഭാ അംഗങ്ങൾ ആരും മത്സരിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് നിലപാട് എങ്കിലും 2 കോൺഗ്രസ് എംപിമാരുടെ പേര് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണനയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ധർമ്മടം മണ്ഡലത്തിൽ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി തന്നെ വീണ്ടും അവിടെ മത്സരിക്കുമെന്നുള്ള ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 2 എംപിമാരിൽ ഒരാളായിരിക്കും പിണറായി വിജയനെ നേരിടാൻ ഇറങ്ങുന്നത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. അത് K സുധാകരനും ഷാഫി പറമ്പിലുമാണ്. ഈ 2 പേരെ സംബന്ധിച്ചിടത്തോളം K സുധാകരൻ നമുക്കറിയാം കണ്ണൂരിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തന്നെ ഇപ്പോഴും ജീവനോടെ നിലനിർത്തുന്ന അപാരമായ ശക്തിവിശേഷമാണ് അദ്ദേഹം. അങ്ങനെയുള്ള K സുധാകരൻ പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഒരുപക്ഷെ അതിൻ്റെ ഫലം പോലും അപ്രതീക്ഷിതമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സുധാകരൻ ലീഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത് CPM നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പോൾ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പോലും അവരുടെ കുത്തകകളെന്ന് കരുതിയിരുന്ന പല വാർഡുകളിലും CPMനേറ്റ തിരിച്ചടിയൊക്കെ തന്നെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം CPM ജില്ലാ കമ്മിറ്റി അംഗമായ ഇപ്പോൾ CPM നേതൃത്വത്തിനെതിരെ പരാതിയുമായി എത്തിയ പ്രമുഖനായ കണ്ണൂരിലെ നേതാവ് കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാലം മാറിയിരിക്കുന്നു. പണ്ടത്തെ പോലെ TP വെട്ടിക്കൊന്നതുപോലെ ഇനിയൊന്നും ഞങ്ങളെയൊന്നും നേരിടാൻ കഴിയുകയില്ല പാർട്ടിക്ക് എന്ന്. കാരണം അവിടുത്തെ ജനങ്ങളും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ സുധാകരനെ പോലുള്ള ഒരു കരുത്തനെ പിണറായി വിജയനെതിരെ മത്സരിപ്പിക്കാൻ ഇറക്കിയാൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. സുധാകരന് തയ്യാറാകുമോ എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല. ധർമ്മടത്തേക്ക് സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന മറ്റൊരു വ്യക്തി ഷാഫി പറമ്പിൽ എംപിയാണ്. വടകര പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും ഒക്കെ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളൊന്നു തന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലം. ആ വടകര ലോക്സഭാ മണ്ഡലത്തിൽ KK ശൈലജ ടീച്ചറിനെ പോലെയുള്ള ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ മറ്റ് ഏത് CPM നേതാവിനേക്കാളും കൂടുതൽ ജനകീയ എന്നറിയപ്പെടുന്ന ശൈലജ ടീച്ചറിനെ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എങ്കിൽ പിണറായി വിജയനെതിരെ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ മത്സരിച്ചുകൂടാ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ബൗദ്ധിക കേന്ദ്രങ്ങൾ ചിന്തിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഷാഫി പറമ്പിൽ തന്നെയായിരിക്കും പിണറായി വിജയനെതിരായ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നാണ് കനകോലു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ തിങ്ക് ടാങ്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചിന്തിക്കുന്നതും അവർ മിക്കവാറും നടപ്പിലാക്കാൻ സാധ്യതയുള്ളതും. K സുധാകരനോ ഷാഫി പറമ്പിലോ പിണറായി വിജയനെതിരെ മത്സരിക്കുകയാണെങ്കിൽ അത് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. 2-ൽ ആര് മത്സരിച്ചാലും അവർക്കിപ്പോൾ ലോക്സഭാംഗത്വം രാജിവെക്കേണ്ട കാര്യമില്ല. മാത്രവുമല്ല, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും നമുക്ക് ദേശീയ വീക്ഷണം വേണോ ചിന്തിക്കുന്നതിന് പകരം കേരളത്തിലെ കാര്യം കൂടി നോക്കണം എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു MP ഇപ്പോൾ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ പിന്നെ ആ സീറ്റ് ഒരുപക്ഷെ കിട്ടാതെ പോകുമോ? അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ തിരിച്ചടിയാകുമോ? കാരണം പാർലമെൻറ്റിൽ ഇപ്പോഴും കോൺഗ്രസിന് വലിയ തോതിലുള്ള അംഗസംഖ്യ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു അബദ്ധമായി മാറുമോ എന്ന് പലരും ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല, ആദ്യം കേരളത്തിലെ കാര്യം പരിഹരിച്ചിട്ട് പിന്നെ ദേശീയ വിഷയങ്ങൾ പരിഗണിക്കാം എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കളും ഇവിടെയുണ്ട്. കൂടാതെ നിലവിലെ KPC പ്രസിഡന്റായ സണ്ണി ജോസഫ് ഒരുപക്ഷെ പേരാവൂർ മണ്ഡലത്തിൽ തന്നെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ പകരം KPC അധ്യക്ഷനെ ആൻറ്റോ ആൻ്റണിയാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതെന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ സംഭവിക്കണം കേരളത്തിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ UDFന് കിട്ടാനുള്ള സാധ്യത അത് വർദ്ധിപ്പിക്കുകയാണ്. കാരണം സണ്ണി ജോസഫിൻ്റെ അതേ സമുദായക്കാരനായ ആൻറ്റോ ആൻ്റണിയും കത്തോലിക്ക സമുദായക്കാരനായ ആൻറ്റോ ആൻ്റണിയും KPC പ്രസിഡന്റായി വന്നാൽ ഒരുപക്ഷെ ഭരണം ലഭിക്കുകയും സണ്ണി ജോസഫ് മന്ത്രിയാകുകയും ചെയ്താൽ അങ്ങനെ ഒരു പ്രാതിനിധ്യം അവിടെ വരും. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിലെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ സംബന്ധിച്ച് എല്ലാ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൻറ്റോ ആൻ്റണി സ്വീകാര്യനായ ഒരാളാണ്. അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. ഏതായാലും പലപ്പോഴും നേരത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്കറിയാം കോൺഗ്രസ് ഏറ്റവും അവസാന നിമിഷത്തിലായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പിന്നെ തമ്മിലടിയും കാലുവാരലും ഒക്കെ നടക്കുന്നത്. ഇക്കുറി വളരെ നേരത്തെ തന്നെ ഇക്കാര്യത്തിലെ ചർച്ചകൾ നടത്തുകയും സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുകയൊക്കെ ചെയ്ത്
നേതാക്കളോട് പരമാവധി അതാത് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറയുകയും ഒപ്പം മുതിർന്ന നേതാക്കളെ പരമാവധി മത്സരിപ്പിക്കാൻ കളത്തിലിറക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെയുള്ള ഒരു പുതിയ തന്ത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പരമാവധി ചെറുപ്പക്കാർക്കും കൂടെ പ്രാതിനിധ്യം കൊടുക്കുക, ഒപ്പം മുതിർന്നവരെ അവഗണിക്കാതിരിക്കുക എന്നുള്ളൊരു നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇക്കുറി ധർമ്മടത്ത് പിണറായി വിജയന് ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ഈ രണ്ടിലാര് കെ സുധാകരനാണെങ്കിലും ഷാഫി ആണെങ്കിലും പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയാൽ അത് വലിയൊരു കരുത്തുറ്റ പോരാട്ടം തന്നെയായിരിക്കുമെന്ന് CPM നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത രാഷ്ട്രീയ കരുനീക്കം CPM എന്താണ് നടത്തുന്നതെന്നാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം CPM എപ്പോഴും കോൺഗ്രസ്സിൽ തങ്ങൾക്ക് നാളെ ഭീഷണിയാവാൻ സാധ്യതയുള്ള നേതാക്കളെ കേസിൽ കുരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിദഗ്ധമായ രീതിയിൽ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് തന്നെ നിലവിൽ സുധാകരൻ്റെയും ഷാഫിയുടെയും പേരിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കി ഒരുപക്ഷെ അവരെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൂടാകുകയില്ല എന്നാണ് പലരും ചിന്തിക്കുന്നതെങ്കിൽ പോലും പിണറായി വിജയന് പറ്റിയ എതിരാളികൾ തന്നെയായിരിക്കും കെ സുധാകരനും ഷാഫി പറമ്പിലും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളും ഈ ഒരു ദിശയിലേക്ക് തന്നെയാണ് വിരലിച്ചുകൊണ്ടിരുന്നത്.